US പടക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇബ്രാഹിം ലിങ്കൺ പടക്കപ്പൽ ആക്രമിച്ചെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. MC നാസറിന്റെ വിശദാംശങ്ങൾ നൽകാനായി നാസർ, ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ജീന, അല്പം മുമ്പാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇബ്രാഹിം ലിങ്കൺ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിന് നേരെ 4 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ അയച്ചതായിട്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. കപ്പലിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള നാശനഷ്ടങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ആളപായമുണ്ടോ എന്നത് സംബന്ധിച്ച വിശദീകരണമൊന്നും തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ പ്രതികരണത്തിൽ വന്നിട്ടില്ല. എന്തായാലും 4 ബാലിസ്റ്റിക് മിസൈലുകൾ ഈ ഇബ്രാഹിം ലിങ്കൺ പടക്കപ്പലിന് നേരെ തൊടുത്തുവിട്ടു. അതിൽ ലക്ഷ്യം പൂർണ്ണമായിട്ട് തന്നെ ആ ലക്ഷ്യത്തിൽ തങ്ങൾ വിജയിച്ചു എന്ന ഒരു അവകാശവാദം കൂടി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ തങ്ങൾ വെടിവെച്ചിട്ടതായിട്ടും അതിന്റെ ചിത്രങ്ങൾ കൂടി ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പുറത്തുവിടുന്നുണ്ട്. അതിന്റെ അർത്ഥം കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ, കുറെ കൂടി ശക്തമായിട്ടുള്ള ആക്രമണ രീതികൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കൈപ്പറ്റുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഏത് സ്വഭാവത്തിലായിരിക്കും ഇന്ന് രാത്രിയും മറ്റുമൊക്കെ ആക്രമണം മുന്നോട്ട് പോകുന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള സൂചന കൂടി അതിലുണ്ട്. കാരണം ഇസ്രായേലിൽ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണം കൃത്യമായിട്ട് ലക്ഷ്യത്തിൽ കാണുകയും ഏതാണ്ട് 9 പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കാനും ഇടയാക്കി. അത് ഏറ്റവും പുതിയ ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്ന ഹൈപ്പർസോണിക് ഫതഹ് 2 എന്ന മിസൈലാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത്. അതാണ് വലിയ തോതിലുള്ള ആളപായം ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല 3 കെട്ടിടങ്ങൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി അതിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ ശക്തി സംഭരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും മികച്ച ആയുധങ്ങൾ തന്നെ പ്രയോജനപ്പെടുത്തുകയാണ് തങ്ങളെന്ന ഒരു വിശദീകരണം കൂടിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നൽകുന്നത്. എന്തായാലും ഈ സ്ഥിതിഗതികൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതൊരു പൊടുന്നനെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇടപെടലിലൂടെ, ഒരു വെടിനിർത്തലിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഖാംനയുടെ മരണം സ്ഥിരീകരിച്ചതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികാര നടപടികൾ, പ്രത്യാക്രമണ നീക്കങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഈ ഇബ്രാഹിം ലിങ്കൺ പടക്കപ്പലിന് നേരെ നടന്ന ആക്രമണവും അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചിട്ട സംഭവവും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് നേർക്ക് നടന്നിരിക്കുന്ന വലിയ ആളപായമുള്ള 9-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ ഒരു ആക്രമണ സംഭവം ഒക്കെ തെളിയിക്കുന്നത് കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടിക്കും പ്രത്യാക്രമണത്തിനും ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിലും അതാണ്. ഗൾഫ് രാജ്യങ്ങളെയെല്ലാം തങ്ങൾ ലക്ഷ്യമിടുന്നത് അവിടെയുള്ള US താല്പര്യങ്ങളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണമാണ് അബ്ബാസ് അറാഖ്ചിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് എന്തായാലും തങ്ങൾ അടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത്തരം നീക്കം സംബന്ധിച്ച് ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്ന് കൂടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇപ്പോൾ ഏറ്റവും അവസാനം അൽ ജസീറക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് ഇറാന്റെ പോലും താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്യും. കാരണം ചൈനക്കൊക്കെ ഏറ്റവും കൂടുതൽ എണ്ണ വിൽപ്പന നടത്തുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ആ എണ്ണയും കടന്നു പോകേണ്ടത് ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെയാണ്. അപ്പോൾ ചൈനയൊക്കെ പ്രകോപിപ്പിക്കുന്ന ഒരു നടപടിയിൽ നിന്ന് തൽക്കാലം ഹോർമുസ് കടലിടുക്ക് അടച്ചിടേണ്ടതില്ല എന്ന ഒരു പ്രായോഗികമായിട്ടുള്ള തീരുമാനത്തിലേക്കും ഇറാൻ എത്തിച്ചേരുകയാണ്. പക്ഷേ അതേസമയം ആക്രമണം അതിന്റെ വ്യാപ്തിയിൽ ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കുമെതിരെ തുടരാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് ഇറാൻ നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണവും മറ്റു വികാസങ്ങളും കൂട്ടിവായിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. MC, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. ആക്രമിച്ചാൽ പ്രത്യാക്രമണം അതിഭീകരമായിരിക്കും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നേരത്തെ തന്നെ ഇറാൻ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഖാംനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ നേരിട്ട് തന്നെ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്ക് നേരെയും പ്രത്യാക്രമണം നടത്തി തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ 9 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഇസ്രായേലിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. പടക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. 4 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാൻ സാധിക്കും, വ്യോമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അതിനെ പ്രതിരോധിക്കാനോ ആ നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാനോ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ടെക്നോളജിയുടെ കാര്യത്തിൽ കൃത്യതയാർന്ന ഈ ആക്രമണം നടത്തുന്ന കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള മേൽക്കോയ്മ ഇറാൻ പോലും അംഗീകരിച്ചൊരു കാര്യമാണ്. പക്ഷെ നാവിക മേഖലയിലേക്കാണ് ഈ സംഗതികൾ നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഇറാൻ ശക്തമായ പ്രതിരോധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.